+2 മെയിൻസിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻസ് പരീക്ഷ നമ്മുടെ 26-ാം തീയതി നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ ആ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യ മാതൃകകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതുന്നവർ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 20 ചോദ്യങ്ങളടങ്ങുന്ന ഈ ഒരു മോക്ക് ടെസ്റ്റിൽ 12 മാർക്കാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ലഹരി ഉപയോഗം തടയാൻ രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? എന്താണ് ചോദ്യം. സംസ്ഥാന ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ലഹരി ഉപയോഗം തടയാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റി ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഏതാണ് ആ കമ്മിറ്റിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഞാൻ നിങ്ങൾ ഉത്തരം പറയുമല്ലോ. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല. തെറ്റായിട്ടൊരു ഓപ്ഷൻ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത്. അപ്പോൾ ശരി ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് തന്നെ നടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നേർക്കൂട്ടം എന്നാണ് കേട്ടോ. അപ്പോൾ നേർക്കൂട്ടം എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ലഹരി ഉപയോഗം തടയാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് നേർക്കൂട്ടം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിമുക്തി കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? വിമുക്തി കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എത്രയാണ് നമ്മുടെ വിമുക്തി കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14405. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 14405 എന്ന് പറയുന്നതാണ് വിമുക്തി കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പർ. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അബ്കാരി ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് മജിസ്ട്രേറ്റ് സെർച്ച് വാറണ്ട് നൽകുന്നത്? എന്താണ് ചോദ്യം. അബ്കാരി ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് നമ്മുടെ മജിസ്ട്രേറ്റ് സെർച്ച് വാറണ്ട് നൽകുന്നതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഏത് സെക്ഷൻ അല്ലെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണ് നമ്മുടെ മജിസ്ട്രേറ്റ് സെർച്ച് വാറണ്ട് നൽകുന്നത്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സെക്ഷൻ 30 ആണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 30 അനുസരിച്ചാണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ 30 അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? മജിസ്ട്രേറ്റ് സെർച്ച് വാറണ്ട് നൽകുന്നത് സെക്ഷൻ 30 അനുസരിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ബൾക്ക് ലിറ്റർ ബിയറിന് നൽകേണ്ട അല്ലെങ്കിൽ ഒരു ബൾക്ക് ലിറ്റർ ബിയറിന് നൽകേണ്ട എക്സൈസ് ഡ്യൂട്ടി എത്ര രൂപയാണെന്നാണ് ചോദ്യം. എന്താണ് ഒരു ബൾക്ക് ലിറ്റർ ബിയറിന്? ഓക്കെ, അപ്പോൾ ഒരു ബൾക്ക് ലിറ്റർ ബിയറിന് നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് എത്ര രൂപ നൽകണമെന്നാണ് നാലാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ശരി ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 5 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൾക്ക് ലിറ്റർ ബിയറിന് കൊടുക്കേണ്ട എക്സൈസ് ഡ്യൂട്ടി എത്ര രൂപയാണ്? 5 രൂപയാണ് ഒരു ബൾക്ക് ലിറ്റർ ബിയറിന് കൊടുക്കേണ്ട എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ അല്ലേ? അടുത്ത നാലാമത്തെ ചോദ്യം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കള്ളിൻ്റെ രാസസ്വഭാവം ഏതാണ്? കള്ളിൻ്റെ രാസസ്വഭാവം ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കള്ളിൻ്റെ രാസസ്വഭാവം എന്ത് തന്നെയാണ്? അസിഡിക് ആണല്ലേ. അപ്പോൾ കള്ളിൻ്റെ രാസസ്വഭാവം എന്താണ്? അസിഡിക് സ്വഭാവമാണ് കള്ളിനുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കള്ളിൻ്റെ രാസസ്വഭാവം എന്താണ്? അസിഡിക് ആണെന്ന് അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യം. നീര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? നീര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. നീര നിയമം നിലവിൽ വന്നത് 2014 കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2014 എന്ത് ചെയ്യുന്നത്? നീര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2014 അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗം ഏതാണ്? എന്താണ് ചോദ്യം. ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. FAS ആണ് കേട്ടോ. അപ്പോൾ FAS എന്ന് പറയുന്ന രോഗമാണ് എന്ത്? ഗർഭിണികളായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണെന്ത്? FAS. ഓക്കെ അല്ലേ? ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം എന്താണ്? FAS ആണെന്ന് അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ചോദ്യം. NDPS ആക്ടിലെ ഏറ്റവും ഉയർന്ന ശിക്ഷ ഏതാണ്? NDPS ആക്ടിലെ ഏറ്റവും ഉയർന്ന ശിക്ഷ ഏതെന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം. ഓക്കെ, നമ്മളിത് പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. NDPS ആക്ടിലെ ഏറ്റവും ഉയർന്ന ശിക്ഷ എന്ത് തന്നെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മരണശിക്ഷ തന്നെയാണ് കേട്ടോ. അപ്പോൾ NDPS ആക്ടിലെ ഏറ്റവും ഉയർന്ന ശിക്ഷ ഏതാണ്? മരണശിക്ഷയാണെന്ന് അറിഞ്ഞിരിക്കുക. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇക്കൂട്ടത്തിൽ സിന്തറ്റിക് ലഹരി മരുന്ന് ഏതാണ്? ഇക്കൂട്ടത്തിൽ സിന്തറ്റിക് ലഹരി മരുന്ന് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. OPM, കൊഡീൻ,
MDMA, ഗഞ്ച. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സിന്തറ്റിക് ലഹരി മരുന്ന് ഏതെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, MDMA ആണ് കേട്ടോ. അപ്പോൾ MDMA ആണ് ഈ കൂട്ടത്തിൽ സിന്തറ്റിക് ലഹരി മരുന്ന്. ഓക്കെ, സിന്തറ്റിക് ലഹരി മരുന്ന് ഈ കൂട്ടത്തിൽ ഏതാണ്? MDMA ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. അപ്പോൾ കേരളത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പാലക്കാടാണ് കേട്ടോ. അപ്പോൾ പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അടുത്ത 11ാമത്തെ ചോദ്യം, CRPCയുടെ പൂർണ്ണരൂപം എന്താണ്? CRPCയുടെ പൂർണ്ണരൂപം എന്താണെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഓക്കെ, എന്താണ് CRPCയുടെ പൂർണ്ണരൂപം? നമ്മളത് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലും പഠിച്ചതാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നാണ് അല്ലേ. അപ്പോൾ CRPCയുടെ ഫുൾ ഫോം എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നാണ് CRPCയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ. അപ്പോൾ CRPCയുടെ പൂർണ്ണരൂപം എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നാണ് CRPCയുടെ പൂർണ്ണരൂപം. അടുത്ത നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ട്രീ ടാക്സ് എന്താണ്? ട്രീ ടാക്സ് റൂൾ രൂപീകരിച്ച വർഷം ഏതാണ്? ട്രീ ടാക്സ് രൂപീകരിച്ച വർഷം ഏതെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. എന്താണ് ട്രീ ടാക്സ്? ഓക്കെ, അപ്പോൾ ട്രീ ടാക്സ് രൂപീകരിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കായിരുന്നു. ട്രീ ടാക്സ് രൂപീകരിച്ചത് 1959 1959. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1959 എന്ത് ചെയ്യുന്നത്? ട്രീ ടാക്സ് രൂപീകരിക്കുന്നത്. ട്രീ ടാക്സ് രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1959 ട്രീ ടാക്സ് റൂള് രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്ത 13ാമത്തെ ചോദ്യം, കേരളത്തിൽ ഒരാളുടെ സ്വന്തം ആവശ്യത്തിന് കൈവശം വയ്ക്കാവുന്ന ബിയറിൻ്റെ അളവ് എത്രയാണ്? എന്താണ് ചോദ്യം? കേരളത്തിലെ സ്വന്തം ആവശ്യത്തിന് കൈവശം വയ്ക്കാവുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് കേരളത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈവശം വയ്ക്കാവുന്ന ബിയറിൻ്റെ അളവ് എത്രയെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് ഓരോ സാധനത്തിൻ്റെയും അളവ് എത്ര കൈവശം വയ്ക്കാമെന്ന് പറയുന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഒരാളുടെ സ്വന്തം ആവശ്യത്തിന് കൈവശം വയ്ക്കാവുന്ന ബിയറിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 3.5 ലിറ്റർ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 3.5 ലിറ്ററാണ്. 3.5 ലിറ്ററാണ് എന്ത്? കേരളത്തിലെ ഒരാളുടെ സ്വന്തം ആവശ്യത്തിന് കൈവശം വയ്ക്കാവുന്ന ബിയറിൻ്റെ അളവാണ് 3.5 ലിറ്റർ. കോട്ട്പ ആക്ട് നിലവിൽ വന്നത് 2004 ഏത് ദിവസമാണ്? എന്താണ് ചോദ്യം? കോട്ട്പ ആക്ട് നിലവിൽ വന്നത് 2004 ഏത് ദിവസത്തിലാണെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ കോട്ട്പ നമുക്കറിയാം എപ്പോഴാണ് നിലവിൽ വരുന്നത്? ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. 2004 മെയ് 1 അപ്പം 2004 മെയ് 1 എന്ത് ചെയ്യുന്നത്? കോട്ട്പ ആക്ട് നിലവിൽ വരുന്ന എപ്പോഴാണ്? 2004 മെയ് 1 അറിഞ്ഞിരിക്കുക. അപ്പോൾ 2004 മെയ് 1 കോട്ട്പ ആക്ട് നിലവിൽ വരുന്നത്. അടുത്ത നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ സ്വന്തം ആവശ്യത്തിന് നിയമപ്രകാരം എത്ര തരം മദ്യം കൈവശം വയ്ക്കാം? എന്താണ് ചോദ്യം? കേരളത്തിലെ സ്വന്തം ആവശ്യത്തിന് എത്ര തരം മദ്യം കയ്യിൽ വയ്ക്കാമെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പൊതുവിൽ കേരളത്തിലെ നിയമപ്രകാരം നമുക്ക് 6 തരത്തിലുള്ള മദ്യം കൈവശം വയ്ക്കാം. കേരളത്തിലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിയമപ്രകാരം 6 തരത്തിലുള്ള മദ്യമാണ് കയ്യിൽ വയ്ക്കാനായിട്ട് കഴിയുക. ഒരു വീട് സെർച്ച് ചെയ്യാൻ കുറഞ്ഞത് എത്ര സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം? എന്താണ് ചോദ്യം? ഒരു വീട് സെർച്ച് ചെയ്യാനായിട്ട് കുറഞ്ഞത് എത്ര സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ ആക്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ പറയുന്നതെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ഓക്കെ, എത്രയാണ്? 2 പേരാണ് കേട്ടോ. അപ്പോൾ ഒരു വീട് സെർച്ച് ചെയ്യാൻ കുറഞ്ഞത് 2 സ്വതന്ത്ര കക്ഷികളുടെ സാന്നിധ്യം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഒരു വീട് സെർച്ച് ചെയ്യാൻ കുറഞ്ഞത് 2 സ്വതന്ത്ര കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. മദ്യത്തിൻ്റെ വിഘടനം പ്രധാനമായി നടക്കുന്ന അവയവം ഏതാണ്? ഓക്കെ, അപ്പോൾ മദ്യത്തിൻ്റെ വിഘടനം പ്രധാനമായിട്ട് നടക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കരളാണ് അല്ലേ. അപ്പോൾ മദ്യത്തിൻ്റെ വിഘടനം പ്രധാനമായി നടക്കുന്ന അവയവം ഏതാണ്? കരളാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന ലഹരി മരുന്ന് ഏതാണ്? ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന ലഹരി മരുന്ന് ഏതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഹെറോയിൻ ആണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന ലഹരി മരുന്ന് ഏതാണ്? ഹെറോയിൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഹെറോയിൻ ആണ് ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന ലഹരി മരുന്നാണ് എന്ത്? ഹെറോയിൻ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 18 പ്രധാനപ്പെട്ട എക്സൈസുമായിട്ട് ബന്ധമുള്ള 18 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊണ്ടൊരു 12 മാർക്കെങ്കിലും എഴുതി വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്തു? പുതിയ 18 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എക്സാം എഴുതുന്നവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ എൻ സ്ക്രീനായിട്ട് 2 എക്സൈസിൻ്റെ ക്ലാസ്സുകളും കൂടി കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടുനോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിനു മുന്നേ നമ്മുടെ ടെലഗ്രാം ചാനൽ
ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക. പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.